പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഒത്തിരി കരയുന്നയാളാണ്. എല്ലാവരും പറയും കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ കരയാൻ പാടില്ല, പക്ഷേ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ കരയുന്നയാളാണ്. ഞാൻ ഇന്നേ വരെ കർത്താവിൻ്റെ മുമ്പിൽ ഏത് ആവശ്യത്തിന് കരഞ്ഞിട്ടുണ്ടോ അതൊന്നും കർത്താവ് എനിക്ക് തരായിരുന്നിട്ടില്ല. അപ്പോൾ അന്ന് രാത്രി ഞാൻ കരഞ്ഞ് എനിക്ക് മരിക്കണം. കാരണം ആത്മഹത്യ എനിക്ക് പറ്റില്ല. ഞാനൊരു പള്ളിയിൽ കിടന്ന് വളർന്ന ആൾ എന്നുള്ള രീതിയിൽ പള്ളിയിൽ വളരുകയും നൂറുകണക്കിന് കുട്ടികളെ വിശ്വാസം പഠിപ്പിച്ച് വിടുകയും ചെയ്തതിൻ്റെ പേരിലും ബൈബിൾ അറിയാവുന്നതിൻ്റെ പേരിലും ആത്മഹത്യ ചെയ്യുന്ന ഒരാൾക്ക് നിത്യത കിട്ടില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ വസിക്കണം, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. ഈ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ആത്മാവിനെടുക്കണം, നാളെ ഞാൻ ഉണരരുത്. എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു. പക്ഷേ അത് തെറ്റായിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് ബോധ്യമായി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു അച്ചായനെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് എന്ന, പെരുമ്പാവൂരിൽ താമസിക്കുന്നു. തൻ്റെ ജീവിത അനുഭവം സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന ജോർജ് അച്ചായനെ ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അച്ചായൻ ഇതിനു മുമ്പ് എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് യാദൃശ്ചികമായിട്ടാണ് ഈ അച്ചായനെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ തന്നെ തൻ്റെ ജീവിത അനുഭവം ഒന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുകയും തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ നടത്തിയ വഴികൾ ഒരിക്കൽ കൂടെ ഒന്ന് ഓർക്കുവാനും ഒരു അവസരത്തിന് കാരണമായി തീരും. തൻ്റെ മക്കളൊക്കെയും പഠിച്ച് നല്ല നിലയിലെത്തി, നല്ല ഉന്നതമായ നിലയിലൊക്കെ അവർ ജീവിക്കുന്നു. അപ്പോൾ ഇത്രയും ഒരു സാമ്പത്തികപരമായ സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടും താൻ ഇപ്പോഴും ഒരു സുവിശേഷകനായി ദേശത്തൊക്കെയും സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നു. അതുമാത്രമല്ല, ഈ പ്രായത്തിലും താൻ ബൈബിൾ പഠിക്കുന്നു. ഇപ്പോൾ MDiv എന്ന് പറയുന്ന കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കേൾക്കുവാനായിട്ടിരുന്നു. അതിയായ സന്തോഷം തോന്നി. അപ്പോൾ ഇന്ന് ഈ അച്ചായനെ പരിചയപ്പെടുത്തുന്നതിൽ വലിയധികം സന്തോഷിക്കുന്നു. അച്ചായ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പേര്, എവിടെ താമസിക്കുന്നു, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഒന്ന് പറയാമോ? ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയ സാജു തോമസ് പാസ്റ്റർക്ക്, അതുപോലെ തന്നെ ഗോസ്പൽ TV UP എല്ലാ പ്രേക്ഷകർക്കും ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ പെരുമ്പാവൂർ അല്ലപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യ 5 വർഷം മുമ്പ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. എൻ്റെ എനിക്ക് 3 മക്കളുണ്ട്. അതിൽ മൂത്തയാൾ മകനാണ്, താഴെ 2 പെൺപിള്ളേരാണ്. 3 പേരും കല്യാണം കഴിച്ചു. അവരൊക്കെ എവിടെയാണ്? മൂത്ത മകനും ഭാര്യയും 3 മക്കളും ഇപ്പോൾ അയർലൻഡിൽ നേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ താഴെയുള്ള മകളെ കെട്ടി മരുമകനും UK NHS ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലിൽ തന്നെ അവർ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇളയ മകള് കെട്ടിയണ ഭർത്താവും മകളും സ്കോട്ട്ലൻഡിൽ, അവർ പെർമനൻ്റ് ജോലി ആയിട്ടില്ല, പഠനത്തോടനുബന്ധിച്ച് ജോലിയുമായിട്ട് നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും വിദേശത്താണ്. അതെ. അപ്പോൾ അച്ചായൻ മാത്രമേ ഇപ്പോൾ ഈ ഭവനത്തിലുള്ളൂ. അപ്പോൾ താനിങ്ങനെ തനിക്ക് കിട്ടുന്ന സമയം മുഴുവൻ സുവിശേഷ വേലയിൽ വ്യാപൃതനാകുകയാണ്. അച്ചായൻ ജനിച്ചു വളർന്നത് ഏത് സഭാ പശ്ചാത്തലത്തിലാണ്? ഞാൻ ജനിച്ചു വളർന്നത് ഒരു യാക്കോബായ സഭാ പശ്ചാത്തലത്തിലാണ്. ഞാൻ ചെറുപ്പം മുതൽ വേണമെങ്കിൽ പള്ളിയിൽ കിടന്ന് വളർന്ന ആൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പള്ളിയായിട്ട് അത്രയും അടുത്ത് നിന്ന ഒരു വ്യക്തിയാണ്. അത്രയും അടുത്ത് നിന്നൊരു വ്യക്തിയായിരുന്നു. അത്രയും അടുത്ത് നിൽക്കാൻ എന്നെ ഉള്ളിൽ പ്രേരിപ്പിച്ച ഒരു കാര്യമുണ്ട്. എനിക്കൊരു ദൈവഭക്തനായിട്ട് ജീവിക്കണമെന്ന് ചെറുപ്പം മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് കാരണം യാക്കോബായ സഭയിൽ ഞാൻ ആയിരുന്നപ്പോൾ എൻ്റെ അപ്പനും അമ്മയും അതുപോലെ ഉള്ള ആളുകളൊക്കെ ഈ
കോതമംഗലത്ത് ബാവ, അതേപോലുള്ള വിശുദ്ധന്മാർ ചെയ്ത അത്ഭുതങ്ങൾ, കോതമംഗലത്ത് ബസേലിയസ് ബാവ, അതുപോലെ മഞ്ഞനിക്കര ബാവ, പരിമല ബാവ, ഇവരൊക്കെ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ അമ്മയും അപ്പനും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ചെയ്ത അത്ഭുതങ്ങൾ, അപ്പോൾ അവർ ചെയ്ത അത്രയും വലിയ അത്ഭുതങ്ങൾ, അതേപോലെ തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാർ ചെയ്ത അത്ഭുതങ്ങൾ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ പോലെ തന്നെ ഒരു വിശുദ്ധനായി ജീവിക്കണം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പത്തിലുള്ളൊരു ആഗ്രഹം എനിക്കൊരു ബിഷപ്പാവണം എന്നായിരുന്നു. ബിഷപ്പാകണം എന്നുണ്ടായിരുന്നു. അതത്ര എൻ്റെ ഉള്ളിലുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ പള്ളി പോവുകയും പള്ളിയിൽ ആരാധനയിൽ അച്ഛൻ മധുവായുടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ ഗായകസംഘത്തിൽ ഗായകനായിട്ട് കയറുകയും അതേപോലെ തന്നെ ആ ഗായകസംഘത്തിൻ്റെ ലീഡറായിട്ട് ഹാർമോണിസ്റ്റായിട്ട് ദീർഘനാൾ പാടുകയും ഒക്കെ ചെയ്തതാണ്. അതേപോലെ 100 കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചു വിട്ട സഭ അധ്യാപകനായിരുന്നു ഞാൻ. അതേപോലെ ഭരണസമിതിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ തുരുത്തുപ്പള്ളി സെൻറ്റ് മേരീസ് ചർച്ച് ഇടവക്കാരനായിരുന്നു. മലങ്കരയിലെ 8 നോമ്പ് ആചരിക്കുന്ന മറ്റേ പുതുപ്പള്ളിയിലെ പള്ളി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന പള്ളിയാണ് തുരുത്തുപ്പള്ളി സെൻറ്റ് മേരീസ്, മണർകാട് പള്ളി കഴിഞ്ഞാൽ. അപ്പോൾ ആ പള്ളിയിൽ എല്ലാവരും അറിയപ്പെടുന്ന, ഒരു പരിധി വരെ ബിഷപ്പുമാരും ഒട്ടുമിക്ക അച്ഛന്മാരും അറിയപ്പെട്ടുകൊണ്ടിരുന്ന മിടുക്കനായ ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെ ആ ഒരു തീഷ്ണത കണ്ട കർത്താവ് എന്നെ പുരോഹിതനാവാൻ വിട്ടില്ല. കാരണം പുരോഹിതനാവണമെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ വേണമല്ലോ. അപ്പം ഞാൻ എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ വഴി പോകുന്നു, കർത്താവിനെ അറിയാം എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ വിദ്യാഭ്യാസം ആദ്യം തടസ്സപ്പെട്ടു. എന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് പഠിക്കാനുള്ള വിടാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഞെരുങ്ങിയാണെങ്കിലും വിടാൻ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ വിട്ടില്ല. അത് കർത്താവ് തടഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് തടഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ആവാൻ ഇടയായത്. അപ്പോൾ അങ്ങനെ ദീർഘകാലം അങ്ങനെ പള്ളിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തു, പ്രവർത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ പുരോഹിതനാവാനുള്ള ഒരു സാഹചര്യം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മനസ്സിലുള്ള അടുത്തൊരാഗ്രഹം ഞാനൊരു ബിസിനസ്സുകാരനായി അറിയപ്പെടണം. അങ്ങനെ ഒരു ബിസിനസ്സുകാരനായി അറിയപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ അങ്ങനെ നടന്നു. ഞാനൊരു ചെറിയൊരു കമ്പനിയിൽ ജോലിക്ക് പോയി. അന്ന് എനിക്ക് കിട്ടിയ ശമ്പളം 4 രൂപയാണ് ഒരു ദിവസം. ഞാൻ ആ ജോലിക്ക് പോയത് 1975 നവംബർ മാസത്തിലാണ്. അപ്പോൾ അന്ന് 4 രൂപയാണ് ശമ്പളം കിട്ടിയത്. അപ്പോൾ അന്ന് ഞാൻ ഈ 4 രൂപ ശമ്പളം മേടിച്ചുകൊണ്ട് നടക്കുമ്പോഴും എൻ്റെ ചിന്ത മുഴുവനും ഒരാഗ്രഹം നടന്നില്ല, ഇനി ബിസിനസ്സിൽ ഞാൻ അറിയപ്പെടണം, വലിയവനാകണം. പക്ഷെ ആ ഒരു ആഗ്രഹത്തിൽ നടന്നു. ഏകദേശം ഒരു 10-20 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു ഈ കമ്പനിയിൽ. ഞാൻ ആ കമ്പനിയിൽ നിന്ന് പോരുന്നതിന് 2-3 വർഷം മുമ്പ് തന്നെ ഞാൻ സ്വന്തമായൊരു കമ്പനി തുടങ്ങി. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ സ്വന്തമായൊരു കമ്പനി ഞാൻ തുടങ്ങി. പക്ഷേ അത് ഹോളോ ബ്രിക്സ് ആണ്. ഞാൻ 1992 ജൂലൈ 16 തീയതിയാണ് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്നെ കണ്ട ദൈവം, എന്നെ വേണമെന്ന് തീരുമാനിച്ച ദൈവം എന്നെ വലിയവനാക്കാൻ സമ്മതിച്ചില്ല. ആ കമ്പനിയിൽ എന്നെ തകർക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ തകർക്കപ്പെട്ടു. ആ കമ്പനിയിൽ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയായി. ആ കാലങ്ങളിലൊക്കെ എനിക്ക് അതിനകത്തൊക്കെ ഒത്തിരി വേദന ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഞാനിപ്പോൾ അങ്ങനെ തകർക്കപ്പെട്ടാലും ഞാൻ സന്തോഷിക്കുക. കാരണം ആ കമ്പനി ഞാൻ തുടങ്ങിയ സമയത്ത് ഒരു പ്രശ്നങ്ങളില്ലാതെ അത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഞാനിന്നൊരു ഒത്തിരി വലിയ രീതിയിൽ ഉയർന്നു പോയേനെ. കാരണം ഞാൻ തുടങ്ങിയ സമയത്ത് കേരളത്തിൽ വളരെ അപൂർവം മാത്രമേ കമ്പനികളുള്ളൂ. എൻ്റെ കമ്പനിയിലെ പ്രോഡക്റ്റ് പോകാത്ത സ്ഥലം കുറവാണ്. തിരുവനന്തപുരം മുതൽ കുമളി മുതൽ, കിഴക്കോട്ട് പോയാൽ കുമളി, തെക്കോട്ട് പോയാൽ തിരുവനന്തപുരം, വടക്കോട്ട് പോയാൽ പട്ടാമ്പി, അവിടം വരെ ഒക്കെ കമ്പനി ഇപ്പോഴും ഉണ്ട്. പക്ഷേ 5 വർഷമായിട്ട് ഞാൻ നടത്തുന്നില്ല. ഞാൻ ഫുൾ ടൈം ഈ വേലയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതെ. അല്ല, കമ്പനി ഞാൻ നടത്തുന്നില്ല, സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുക. പക്ഷേ കമ്പനിയുടെ പേപ്പേഴ്സൊക്കെ എപ്പോഴും ഓക്കെയാണ്.
ഞാൻ കമ്പനി ഇനി എൻ്റെ ലൈഫിൽ ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഓക്കെ. അപ്പോൾ ഈ അങ്ങനെ ഈ യാക്കോബായ സഭയിൽ നിന്ന സമയത്ത് പെന്തക്കോസ്തുകാരോടൊക്കെ ഉള്ള ഒരു മനോഭാവം എന്തായിരുന്നു? എനിക്ക് പെന്തക്കോസ്തുകാരെ ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ അടുക്ക സുവിശേഷമായി ആരെങ്കിലും വന്നാൽ അവരോടൊക്കെ മറുതലിച്ച് നിൽക്കാനുള്ള ഒരു സംസാരശേഷി എനിക്ക് അന്നുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഈ സൺഡേ സ്കൂൾ അധ്യാപകൻ എന്നുള്ള രീതിയിൽ അത്യാവശ്യം ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് എൻ്റെ യുക്തിയിൽ അതിനൊക്കെ വ്യാഖ്യാനിക്കുമായിരുന്നു. ഉദാഹരണത്തിന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, വീണ്ടും ഇരുളിനെയും പകലിനെയും ദൈവം വേർതിരിച്ചു, അതിനുശേഷം പകലിനെ വാഴേണ്ടതിന് സൂര്യനെയും രാത്രിയെ വാഴേണ്ടതിന് ചന്ദ്രനെയും ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ആ ഉണ്ടായി നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് പറയുന്നു. അപ്പം ഞാൻ അവരോട് ഇതൊക്കെ വെച്ചിട്ട് പറയും, നിങ്ങൾ ഈ 4, 3, 7 പെന്തക്കോസ്തുകാർ ഇങ്ങനെ വെറുതെ പറഞ്ഞത് എങ്ങനെ ശരിയാവും? കാരണം സൂര്യനില്ലാണ്ട് എങ്ങനെ പകലുണ്ടായി എന്നൊക്കെ ചോദിച്ച് ഞാൻ അവരെ ഓടിക്കുമായിരുന്നു, ആക്ഷേപിച്ചു വിടുമായിരുന്നു. പക്ഷേ അത് എൻ്റെ യുക്തിയാണ് ആയിരുന്നു എന്നും എന്താ 1000 സൂര്യനേക്കാൾ കവിയുന്ന പ്രകാശത്തിൽ വസിക്കുന്നവനായ തേജസ്സുള്ളവനായ ദൈവത്തിന് ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശം പരത്തുന്നതിന് സൂര്യൻ വേണ്ട എന്നുള്ള തിരിച്ചറിവ് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ പെന്തക്കോസ്റ്റൽ അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം, വരാനുണ്ടായ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാനൊരു കമ്പനി തുടങ്ങിയെന്ന്. ഈ കമ്പനി തുടങ്ങിയപ്പോൾ എന്നെ ആ കമ്പനി തകർക്കപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. തകർക്കപ്പെടാൻ ഉണ്ടായ സാഹചര്യം, ഞാൻ കമ്പനി തുടങ്ങിയ ഒരു പരിസരം എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക മനോഭാവമുള്ള, ഞാൻ വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല, പ്രത്യേക മനോഭാവത്തിൽ വസിക്കുന്ന ആ ഒരു ഇടയിൽ അങ്ങനെ തുടങ്ങി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ നിന്നെവിടെ നടത്തിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും ഞാനത് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്താണ് തുടങ്ങിയത്. പിന്നെ എനിക്ക് അത്ര വലിയ സാമ്പത്തിക ഭദ്രതയുള്ള വലിയ കുടുംബത്തിലൊന്നും അല്ല ജനിച്ചതിൻ്റെ പേരിൽ സാമ്പത്തികമായ വലിയ സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഒത്തിരി ഇല്ല. ഞങ്ങളുടെ ഒരു കുടുംബം മാത്രമേ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ രീതിയിലും ഞാനൊരു ബലഹീന മനുഷ്യൻ. രാഷ്ട്രീയ സ്വാധീനമില്ല, കാരണം ഞാൻ പള്ളിയും ദൈവവുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നതിൻ്റെ പേരിൽ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ പിൻബലമില്ല, സാമ്പത്തിക ചുറ്റുപാടില്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ എന്തും ആവാലോ ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ഒത്തിരി ആക്രമണങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. എൻ്റെ അവിടെയുള്ള ആളുകൾ രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ തുടങ്ങിയ കമ്പനി തല്ലിപ്പൊളിച്ചു, വീട് തല്ലിപ്പൊളിച്ചു, ഞാൻ വാടകയ്ക്കെടുത്ത വണ്ടികൾ കുറേ തല്ലിപ്പൊളിച്ചു. അതെല്ലാം ഞാൻ എൻ്റെ ചിലവിൽ ഞാൻ നന്നാക്കി കൊടുക്കേണ്ടതായി വന്നു. പക്ഷേ എന്നിട്ടും അത് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസരത്തിൽ അവർ ശാരീരികമായിട്ടാണെങ്കിലും പലവട്ടം ഞാൻ ആക്രമണത്തിന് വിധേയനായിട്ടുണ്ട്. അങ്ങനെ വിധേയനായപ്പോൾ ഞാൻ കോടതിയെ സമീപിച്ചു. എനിക്ക് കോടതി മരണം വരെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓൾറെഡി ഇന്നും ആ പോലീസ് സംരക്ഷണം ഉണ്ട്. എന്നാൽ ഞാനിന്ന് ഈ ലോകം തരുന്ന സംരക്ഷണത്തെക്കാൾ വലിയൊരു സംരക്ഷണത്തിൽ ഞാൻ നടക്കുന്നതിൻ്റെ പേരിൽ ഞാനിന്ന് അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ കേട്ട നിയമവിദഗ്ധന്മാരുടെ അറിവനുസരിച്ച് ഒരു സിവിലിയന് കിട്ടാവുന്ന, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സിവിലിയന് കിട്ടാവുന്ന ഏറ്റവും വലിയ സംരക്ഷണം എനിക്ക് വന്നിരിക്കുന്നത്, സാധാരണ സിവിലിയന്. പക്ഷേ എനിക്ക് ലോകത്തെ സൃഷ്ടിച്ചവൻ്റെ സംരക്ഷണം എനിക്ക് ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ ഞാനതൊന്നും. അല്ല, ഇത്രമാത്രം ആളുകൾക്ക് അച്ഛനോട് വൈരാഗ്യം വരാൻ എന്താ അതിൻ്റെ അകത്ത് പിന്നിലുള്ള കാരണം എന്താണ്? ഞാനത് ആദ്യമേ പറഞ്ഞല്ലോ. പിന്നിലുള്ള കാര്യം വ്യക്തിപരമായി ഞാനൊരു മദ്യപിച്ച് നടക്കുന്ന ഒരാളോ അതല്ലെങ്കിൽ സമൂഹത്തിന് ദോഷമായി ജീവിതം നയിക്കുന്ന ഒരാളോ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നടക്കുന്ന ഒരാളല്ല. അതിനകത്ത് ഇത്രമാത്രം വൈരാഗ്യം കാരണം ഞാൻ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരാളാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഒരു പ്രത്യേക മനോഭാവമുള്ള സമൂഹത്തിൽ
മറ്റൊരു മനോഭാവത്തിലുള്ള ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരാൾ. ഞാൻ അതങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ആ, ഒന്നത്. രണ്ട്, എനിക്ക് അങ്ങനെയുള്ള മനോഭാവം ഉള്ളവരാണെങ്കിൽ പോലും നമുക്ക് അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ഒന്നുകിൽ നമുക്ക് സാമ്പത്തിക ഭദ്രത വേണം, അതല്ല എങ്കിൽ നമുക്ക് അതിന് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വേണം ചോദിക്കാൻ, അതല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലാത്തവനാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയ പിൻബലം വേണം. ഇത് മൂന്നും എനിക്കില്ല. ഇത് മൂന്നും എനിക്കില്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് ആകെയുള്ള ഒരു ബലമെന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ്. അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിലാണ് ഈ അത്രമാത്രം ഞാൻ ഉപദ്രവിക്കപ്പെട്ടത്. ഇപ്പം ഞാൻ വീണ്ടും ഞാൻ എൻ്റെ ദൈവസന്നിധിയിലേക്ക് വരാൻ ഇടയായൊരു കാര്യം, ഇങ്ങനെ ഞാൻ ഒന്നുമില്ലാത്തവനായി സാമ്പത്തികമായി ഒത്തിരി തകർന്നു പോയി. എന്തിനു പറയുന്നു, ഒരു നേരത്തെ ആഹാരത്തിന് പോലും, ഒരു കമ്പനി നടത്തുന്ന കമ്പനിയുടെ ഉടമയായി ഞാൻ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ വകയില്ലാതെ ആഹാരം കഴിക്കാതെ പകൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഒരു ദിവസം കഴിച്ചു കൂട്ടിയിട്ടുണ്ട് വെള്ളം കഴിച്ചുകൊണ്ട്. ആ സമയത്ത് പോലും എന്നെ ആരും സഹായിച്ചിട്ടില്ല. ഞാൻ ആരുടെ അടുക്കലും സഹായത്തിന് പോയിട്ടുമില്ല. അങ്ങനെ പോകുന്ന അവസരത്തിൽ എനിക്ക് എന്നെ കൊന്നുകളയാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് സ്ഥലം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കൊട്ടേഷൻ കൊടുത്തു. ആ കാലത്ത് 93-ലാണ് സംഭവം. ആ കാലത്ത് ഇവിടെ മീഡിയകളൊന്നുമില്ല. അതുകൊണ്ട് എന്തും ആവാം, പോലീസ് പറയുന്നതാണല്ലോ അതിൻ്റെ. ഈ കൊട്ടേഷൻ കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞത് നിലവിൽ സ്റ്റേഷനിൽ നിന്ന് തന്നെ അറിയാണ് ഞാൻ ചെയ്തത്. ഇന്ന ആൾ പറഞ്ഞിട്ടാണ് എന്ന് സ്റ്റേഷനിൽ നിന്ന് തന്നെ എന്നെ പരിചയമുള്ള പോലീസുകാർ എന്നോട് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അല്ലാതെ വേറെ ഔദ്യോഗികമായി അറിവൊന്നും എനിക്കില്ല. അവരെന്നെ സ്റ്റേഷനിലേക്ക് രാത്രി വിളിച്ചു കൊണ്ടുവന്നു. സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങനെ SI വിളിക്കണമെന്ന് പറഞ്ഞു. പോലീസ് തന്നെ വന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് കുറച്ച് നേരം വെറുതെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് രാത്രി എന്നോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകില്ല, എന്നെ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടാണ്, എന്നെ വീട്ടിൽ കുണുന്നാക്കണമെന്ന് പറഞ്ഞു. വീട്ടിൽ കുണുന്നാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് തയ്യാറായില്ല. അവർ സ്റ്റേഷനിൽ വെച്ച് എന്നെ നീ പൊക്കോ, നാളെ എന്തെങ്കിലും പറ്റിയാൽ നീ ഇങ്ങോട്ട് പോരെ എന്നൊക്കെ പറഞ്ഞ് ഒരു സ്വരം മാറ്റി സംസാരിച്ചു. എന്നെ സംബന്ധിച്ചോളം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വേറെ ഒന്നും പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞാൻ വന്നത് വരട്ടെ എന്ന് കരുതി ഞാൻ വീട്ടിലേക്ക്, അന്ന് എനിക്കൊരു 2 വീലർ ഉണ്ടായി. ആ 2 വീലറിൽ ഞാൻ വീട്ടിലേക്ക് പോന്നു. ഞാൻ പോകുന്നതിൻ്റെ പിന്നാലെ ഈ പറയുന്ന ടീം വണ്ടി കൊണ്ട് എൻ്റെ പിന്നാലെ എത്തി. ഞാൻ വീടിൻ്റെ അടുക്ക ഒരു 1/2 കിലോമീറ്റർ മുമ്പ് വെച്ച് അവരെന്നെ ഇടിച്ചു. വണ്ടിക്ക് ഇടിച്ചു. ഞാൻ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയി. പക്ഷേ അവിടെ ആണ് ഒരു അത്ഭുതം നടന്നത്. എന്നെ വണ്ടിക്ക് ഇടിച്ചു. ഞാൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് പോയിട്ട് ഈ പൂച്ച വന്ന് വീഴുന്ന രീതിയിൽ കൈയും കാലും കുത്തി വീണു. എനിക്കൊരു പോറൽ പോലും പറ്റിയില്ല. ഞാൻ അടുത്തുള്ളൊരു വീട്ടിൽ കയറി. ആ വീട്ടിൻ്റെ അകത്ത് കയറാൻ എനിക്ക് പറ്റില്ല. അതൊരു വലിയ വീടായിരുന്നു. ഇവർ എൻ്റെ പിന്നാലെ വന്നു. ആ വീട്ടിൽ വന്നു എന്നെ ദേഹോദ്രവം ചെയ്തു. അപ്പോഴേക്ക് ശബ്ദം കേട്ട് ആ വീട്ടിലെ ആളുകൾ ഇറങ്ങി വന്നു. ഇവരെന്നെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. ശവം കൊണ്ടുവരുന്ന രീതിയിൽ തോളയിൽ വെച്ചുകൊണ്ട് വന്നു. അവരെന്നെ കൊല്ലുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അവരുടെ തോളയിൽ നിന്ന് ഞാനൊന്ന് പിരിഞ്ഞു. അവർ നേരെ താഴെ വീണു. ഞാൻ നിലത്ത് വീണു. അവരെന്നെ അവിടെ വെച്ച് ചെയ്യാമെന്നൊക്കെ ചെയ്തു. അപ്പോഴേക്കും വീട്ടുകാരൻ ഓടി വന്നു. അവരിട്ടച്ചു പോയി. അന്ന് രാത്രി എന്നെ ഹോസ്പിറ്റലിലാക്കി. പിറ്റേ ദിവസം ഇതൊരു രാത്രിയാണ്. പിറ്റേ ദിവസം പകൽ എന്നെ ഹോസ്പിറ്റലിൽ, അന്ന് രാത്രി ഹോസ്പിറ്റലിലാക്കി. അവർ വിളിച്ചു പറഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിലെ ഒരു മുതലാളി എൻ്റെ അടുക്ക വന്ന്, ഞാൻ പള്ളിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണല്ലോ, അപ്പോൾ ആ ബിഷപ്പിനെ വിളിച്ചിട്ട് ഈ ഉപദ്രവിക്കുന്ന ആളുകളെ വിളിച്ച് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മേലിൽ ഉപദ്രവിക്കരുത് എന്ന് പറയിപ്പിക്കാം, എന്നോട് ബിഷപ്പിൻ്റെ അരമനയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ ഡോക്ടർ വിടാതിരുന്നതിൻ്റെ പേരിൽ ഞാൻ പോയില്ല.
എൻ്റെ വൈഫിനെ വിട്ടു. കൂടെ ഞാനൊരു അഡ്വക്കേറ്റിനെ വിട്ടു. ഏതായിരുന്നാലും ഈ ബിഷപ്പിൻ്റെ അടുക്ക ഏറെ നേരം സംസാരിച്ചു. എൻ്റെ അഡ്വക്കേറ്റും അതുപോലെ എന്നെ ആ അരമനയിലേക്ക് വിളിച്ചയാളും ബിഷപ്പിൻ്റെ അടുക്ക വളരെ താണ് എൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് സഹായിക്കണം, ഇവരോട് ഇനിയെങ്കിലും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണം എന്ന് ഒന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ബിഷപ്പ് അത് തയ്യാറായില്ല. ബിഷപ്പ് ഈ പറയുന്ന എൻ്റെ എതിർ ആളുകളുടെ കൂടെ നിന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമായ സ്വാധീനങ്ങളും ആണ് അവർക്ക് ആവശ്യം. അപ്പം എനിക്കത് ഭയങ്കര മനസ്സുകൊണ്ട് വേദനിപ്പിച്ചു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ പറയുന്ന മുങ്ങിത്താഴുന്ന ഒരാൾക്ക് വക്കോടി ഒരു ആഗ്രഹമുള്ള ആശയമാണല്ലോ. അത് കണക്കൂട്ടി ആരുമില്ലായെന്ന് എനിക്ക് ബിഷപ്പിനോട് പറഞ്ഞ് എന്നെ സഹായിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് വലിയൊരു ആഗ്രഹത്തിലും ആശയിലും ഞാൻ നിന്നു. പക്ഷെ ബിഷപ്പ് പോലും കൈവിട്ടു എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് ജീവിക്കാൻ ഒരു ആശ്രയമില്ലാതായി. എൻ്റെ തെറ്റായ ഒരു പ്രാർത്ഥന ഞാൻ ആ രാത്രി മുഴുവൻ കിടന്ന് പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ മക്കളെയോ ഭാര്യയോ പോലും ചിന്തിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എനിക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്കിനി മരിക്കണം. കാരണം ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആശ വെച്ചിരുന്ന ഒരു സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ബിഷപ്പ് പോലും കൈമലത്തി എന്നെ തള്ളിയപ്പോൾ പിന്നെ ഇനി നാളെ ഇപ്പോൾ ഞാൻ കൂടുതൽ വേദനയില്ലാതെ ഞാൻ രക്ഷപ്പെട്ടു. നാളെ അവർ ഇതിനേക്കാൾ വലിയ വേദനയോടുകൂടി എനിക്ക് തന്നെങ്കിൽ അത് സഹിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കർത്താവിനോട് രാത്രി മുഴുവൻ കിടന്ന് കരഞ്ഞു. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഒത്തിരി കരയുന്നയാളാണ്. എല്ലാവരും പറയും കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ കരയാൻ പാടില്ല. പക്ഷേ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ കരയുന്നയാളാണ്. ഞാൻ ഇന്നേ വരെ കർത്താവിൻ്റെ മുമ്പിൽ ഏത് ആവശ്യത്തിന് കരഞ്ഞിട്ടുണ്ടോ അതൊന്നും കർത്താവ് എനിക്ക് തരായിരുന്നിട്ടില്ല. അപ്പോൾ അന്ന് രാത്രി ഞാൻ കരഞ്ഞ് എനിക്ക് മരിക്കണം. കാരണം ആത്മഹത്യ എനിക്ക് പറ്റില്ല. ഞാനൊരു പള്ളിയിൽ കിടന്ന് വളർന്ന ആൾ എന്നുള്ള രീതിയിൽ പള്ളിയിൽ വളരുകയും നൂറുകണക്കിന് കുട്ടികളെ വിശ്വാസം പഠിപ്പിച്ച് വിടുകയും ചെയ്തതിൻ്റെ പേരിൽ ബൈബിൾ അറിയാവുന്നതിൻ്റെ പേരിലും ആത്മഹത്യ ചെയ്യുന്ന ഒരാൾക്ക് നിത്യത കിട്ടില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ വസിക്കണം, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. ഈ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ആത്മാവിനെടുക്കണം, നാളെ ഞാൻ ഉണരരുത്. എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു. പക്ഷേ അത് തെറ്റായിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് ബോധ്യമായി. പക്ഷെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഞാൻ എണീറ്റപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. ഞാൻ പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റലിലാണ് ഞാൻ അഡ്മിറ്റായത്. സാൻജോ ഹോസ്പിറ്റലിലെ H വാർഡിൽ. ഞാൻ രാവിലെ ഒരു കന്യാസിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ബൈബിൾ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. അവരൊരു ബൈബിൾ കൊണ്ട് തന്നു. അവരൊരു ബൈബിൾ കൊണ്ട് തന്നു കഴിഞ്ഞ് ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ബൈബിൾ വായിച്ച് ഞാൻ കരയുക. എനിക്കൊരൊറ്റ ആവശ്യം മാത്രമേ കർത്താവിനോട് പറയാനുള്ളൂ, എൻ്റെ ജീവൻ എടുക്കണം. എനിക്കിനി ജീവിക്കുക എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകണേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ ജീവൻ എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഒരു 11 മണി സമയം പെട്ടെന്ന് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. കണ്ണിൻ്റെ കാഴ്ച പോയി എന്ന് മാത്രമല്ല, പിന്നെ എൻ്റെ ശരീരം തീ പോലെ പൊള്ളാൻ തുടങ്ങി. എൻ്റെ ഞരമ്പുകളൊക്കെ അങ്ങോട്ട് വരിഞ്ഞു മുറുകാൻ തുടങ്ങി. ഞരമ്പുകളൊക്കെ വരിഞ്ഞു മുറുകി എൻ്റെ ശരീരം തീ പോലെ പഴുത്ത് പൊള്ളി. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയില്ല. ഈ സമയത്ത് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ എത്ര വലിയ കഷ്ടതയിൽ കൂടി നടന്നാലും ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കരത്തിൽ കൊണ്ടു നടക്കുമെന്ന് പറഞ്ഞു. വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ശരീരത്തിലെ ഞരമ്പിൻ്റെ വരിഞ്ഞുമുറികൾ തീർന്നു. എൻ്റെ ശരീരം പൊള്ളുന്ന ആ അവസ്ഥ മാറി. മാത്രമല്ല, എന്നെ ഒരു ഐസ് വെള്ളത്തിലേക്ക് ഇടുന്ന മാതിരി എൻ്റെ ശരീരം തണുക്കാൻ തുടങ്ങി. താമസിയാതെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് തുറന്നു കിട്ടി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ബൈബിള് തുറന്നിരിക്കണം. ഇത് ഞാനൊരു രാത്രിയാണ് ഇത് സംഭവിച്ചിരുന്നുവെങ്കിൽ ഞാൻ അന്നും ഇന്നും പറയും അത് സ്വപ്നമായിരുന്നു. പക്ഷേ ഇത് പകൽ 11 മണിയാണ്. എനിക്ക് ഒരിക്കലും അതൊരു സ്വപ്നമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും എനിക്ക് അന്ന് ഞാനൊരു സഭാവിശ്വാസി എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് കൂടുതൽ ഒന്നും ചിന്തിക്കാത്ത
ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യം എൻ്റെ എനിക്കത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ എന്നോട് വാക്ക് പറഞ്ഞ ദൈവം എന്നെ പോലെ അല്ലല്ലോ. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണല്ലോ. ഞാൻ എന്നോട് വാക്ക് പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ പോലും അതനുസരിച്ച് പിന്നീട് എനിക്ക് അത് പൂർണ്ണമായ വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഓരോ സമയങ്ങളിലും എൻ്റെ ആവശ്യങ്ങളിൽ ഞാൻ ഭൗതികമായ നന്മയെക്കുറിച്ച് കർത്താവിനെ അറിയുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നാൽ എല്ലാം നിങ്ങൾ ഈ ഭൂമിയിലെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ പറയുന്ന ഉപദേശ രീതിയോട് എനിക്ക് അത്ര യോജിപ്പൊന്നുമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ എങ്കിലും കർത്താവിനെ ആരെന്നറിയാൻ, കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്നറിയാൻ, കർത്താവ് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ദൈവമാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്താൻ കർത്താവ് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അതും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നുണ്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കർത്താവിന് നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എൻ്റെ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട പല സാഹചര്യങ്ങളിലും ഞാൻ ഒത്തിരി പിന്നീട് സാമ്പത്തികമായി ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കമ്പനി ജപ്തി ചെയ്യാനായിട്ട് നോട്ടീസ് തന്ന് എന്നെയും എൻ്റെ ഭാര്യനെയും കമ്പനിയുടെ ഭിത്തിയോട് ചേർത്ത് നിർത്തി ഒരു വശത്ത് മാനേജരും ഒരു വശത്ത് റിക്കവറി ഓഫീസറും നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് ജപ്തി ചെയ്യാനായിട്ട് ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ അത് എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഇതേവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിന് ശേഷം ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എനിക്ക് ബാങ്കിൻ്റെ യാതൊരു ലോണും ഇല്ല, ഒരു പൈസയില്ല. എൻ്റെ പൈസ ബാങ്കിൽ കിടക്കുന്നേ ഉള്ളൂ, ബാങ്കിൻ്റെ പൈസ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തി. ഞാൻ ഇതിങ്ങനെ ഓരോ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ഞാനൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെടണില്ല. പ്രവൃത്തി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നില്ല. കഷ്ടപ്പെടാതെ എനിക്കൊരു ദോഷവും വരാതെ അതല്ലെങ്കിൽ ഞാൻ പ്രയത്നിക്കാതെ എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തരുമ്പോൾ ഞാൻ ചോദിക്കും, എൻ്റെ ദൈവം ഇതെന്തത്, ഞാനിതിന് ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പലപ്പോഴും ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. അന്ന് 1993 മാർച്ച് 4 എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കളഞ്ഞുകൊണ്ട് എന്നോട് ഉള്ളങ്കരത്തിൽ ഞാൻ നിന്നെ കൊണ്ടു നടക്കും എന്ന് പറഞ്ഞ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങി കേൾക്കാനിടയായി. അത് ഒരു പ്രാവശ്യമല്ല, പല വട്ടം ഇങ്ങനെ കേൾക്കാനിടയായി. അപ്പോൾ എനിക്ക് പൂർണ്ണമായി വിശ്വാസം വരാൻ തുടങ്ങി. കാരണം അത് എൻ്റെ ഒരു തോന്നലായിരുന്നില്ല, യാഥാർത്ഥ്യമായിരുന്നു. എൻ്റെ കർത്താവ് എൻ്റെ അടുക്ക വന്ന് എന്നോട് സംസാരിച്ചതാണെന്ന് ഒരു ഉറപ്പ് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കൂടുതലായി വചനം കേൾക്കാനും സുവിശേഷങ്ങൾ കേൾക്കാനും ഒക്കെ തുടങ്ങി. ആ സന്ദർഭങ്ങളിലൊക്കെ ഈ യാക്കോബായ സഭയിൽ തന്നെയാണ്. അങ്ങനെ കൂടുതലായി പഠിക്കും തോറും അറിയും തോറും എനിക്ക് ഈ സഭയിൽ തുടർന്ന് നിൽക്കാൻ വിഷമം തോന്നി. കാരണം സഭയിലെ പല ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ ഇതെല്ലാം ബൈബിളുമായി നമ്മൾ ഒത്തുനോക്കുമ്പോൾ എനിക്കത് പൊരുത്തക്കേട് തോന്നുന്നു. എന്നാൽ ഞാൻ യാക്കോബായ സഭയിൽ ജനിച്ച് വളർന്ന് അധ്യാപനായിട്ട് ദീർഘകാലം സേവനം അനുഷ്ഠിച്ച് അങ്ങനെ തീഷ്ണതയോടെ നടന്നതുകൊണ്ട് എനിക്ക് സഭ വിട്ടു പോകാനും ബുദ്ധിമുട്ട്. പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ ബന്ധപ്പെടുകയോ അങ്ങനെയൊന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ പെന്തക്കോസ്തുകാരോട് മാനസികമായി അത്ര ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിലും എനിക്ക് സഭ വിട്ടു പോകാൻ ബുദ്ധിമുട്ട്, പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളൊരു അനുഭവത്തിൽ കൂടി നടന്നു. അങ്ങനെ ദീർഘകാലം ഞാൻ സുവിശേഷം കാര്യങ്ങളൊക്കെ കേൾക്കുകയും പഠിക്കുകയും ടി വിയിൽ കൂടി വരുന്ന വചനങ്ങൾ കേൾക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സഭയിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഞാൻ പെന്തക്കോസ്ത് രക്ഷിക്കപ്പെട്ട് കർത്താവിനോട് ചേരണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് തീവ്രമായി വന്നു. സഭയിൽ പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തി. അതിൻ്റെ അങ്ങനെ എത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വിശ്വാസി, പെന്തക്കോസ്ത് വിശ്വാസി ഒരു ദിവസം എന്നെ വിളിച്ച് ആദ്യമായി ഒരു ചർച്ചിലേക്ക് കൊണ്ടുപോകണം. എറണാകുളത്ത് ജോഷോ ജനറേഷൻ എന്ന് പറയുന്ന ഒരു ചർച്ചിലാണ് ഞാൻ ആദ്യമായി പോയത്. ആദ്യ ദിവസം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ മെസ്സേജും അവിടുത്തെ രീതിയോ കണ്ടപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പോക്ക് നിർത്തി. പിന്നെ ഞാൻ പോയില്ല. വീണ്ടും ഞാൻ ഒരു വർഷം ഞാൻ പോവാതിരുന്നു, ഒരു ചർച്ചിലും പോവാതിരുന്നു, പള്ളിയിലും പോവില്ല, ഒരു ചർച്ചിലും പോവില്ല.
പ്രാർത്ഥനയും ഇതുപോലെയുള്ള സുവിശേഷം കേൾക്കലും. ആ സമയത്തും ഈ പറയുന്ന ആത്മാവ് എന്നിൽ വചനങ്ങൾ കൂടുതൽ തരുന്നതോറും എൻ്റെ അടുക്ക ആരെങ്കിലും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ലോകപരമായ കാര്യങ്ങളോ അത് അന്നുമില്ല ഇന്നുമില്ല സംസാരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഒരാളെ ഒരു നിമിഷം എനിക്ക് കിട്ടിയാൽ അത് ഏത് സാഹചര്യം ആയിക്കട്ടെ, പോലീസ് സ്റ്റേഷനിൽ വരെ ഞാൻ പോയി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് എന്നോട് സംസാരിക്കാൻ തയ്യാറായാൽ ഞാൻ അപ്പം കർത്താവിനെ കുറിച്ച് പറയും, സുവിശേഷത്തിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു വർഷം ഞാൻ ഒരു സ്ഥലത്തും പോവാതിരുന്നു. പിറ്റേ വർഷം ഈ പറയുന്ന വിശ്വാസി എൻ്റെ വീട്ടിൽ വന്നു, ചേട്ടനൊന്ന് വന്നു നോക്ക് എന്ന് പറഞ്ഞ് എന്നെ വീണ്ടും നിർബന്ധിച്ച് അദ്ദേഹം വണ്ടിയും കൊണ്ട് വന്ന് എന്നെ വീണ്ടും വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് സ്ഥിരമായി അവിടെ പോകാൻ തുടങ്ങി. പക്ഷെ അന്ന് എനിക്ക് വചനത്തിൽ ഇത്രയും ആഴമായ ഉള്ള അറിവോ ഇതൊന്നും ഉണ്ടായില്ല. ഞാൻ ഒന്നും മോശമായിട്ടൊന്നും ആരെക്കുറിച്ച് പറയാനില്ല. എങ്കിൽ പോലും അന്ന് എനിക്ക് ആ ചർച്ചിൽ പോയതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ മനസ്സിൽ എന്താഗ്രഹിക്കുന്നോ, ഞാൻ എൻ്റെ മനസ്സിൽ എന്താഗ്രഹിക്കുന്നോ അതിനോടനുബന്ധിച്ചുള്ള മെസ്സേജുകളൊക്കെ ആയിരുന്നു അവിടെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ സ്ഥിരമായി പോയി. പക്ഷേ അവിടുത്തെ മെസ്സേജിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഓരോ നിമിഷവും എനിക്ക് കർത്താവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. 2011 മാർച്ച് 6-ാം തീയതി മാർച്ച് 6-ാം തീയതി 2011 മാർച്ച് 11-ാം തീയതി ഞാൻ വിശ്വാസ സ്നാനമേറ്റു. ഈ ജോഷ ചർച്ചിൽ വെച്ച് വിശ്വാസ സ്നാനമേറ്റു. എൻ്റെ ഭാര്യയോ മക്കളോ ആരും അതിനെ സമ്മതിച്ചിരുന്നില്ല. അതിൻ്റെ 3 മാസം മുമ്പ് ഞാൻ 2011 ജനുവരിയിൽ ഞാൻ സ്നാനപ്പെടാനായിട്ട് ഞാൻ ചർച്ചിൽ പോയതാണ്. അവിടെ എല്ലാ ദിവസവും സ്നാനമില്ല, ഒരു കൂട്ടം ആളുകൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഈ ജനുവരി മാസത്തിൽ ഞാൻ സ്നാനപ്പെടാനായിട്ട് ഞാൻ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാനിങ്ങനെ സ്നാനപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയും മക്കളും ആരും സമ്മതിച്ചില്ല, ഒത്തിരി എതിർത്തു. ഞാൻ ബലമായിട്ട് ഞാൻ സ്നാനപ്പെട്ടും എനിക്കല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയി. അവർ പറഞ്ഞിട്ട് ഞാൻ നിൽക്കൂല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ ഒരു സ്വന്തക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പപ്പ സ്നാനപ്പെടാൻ പോവുകയാണ്, അതുകൊണ്ട് തടയണമെന്ന് പറഞ്ഞു. ഞാൻ പോകുന്ന വഴി എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഒരു കാരണവശാലും സ്നാനപ്പെടാൻ പാടില്ല, നീ ഒറ്റപ്പെട്ടു പോവും, ഞങ്ങൾ ആരും കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നെ ഭയപ്പെടുത്തി. ഏതായാലും അന്ന് ഞാൻ ആ ഭയത്തിൽ വീണുപോയി. ഞാനന്ന് സ്നാനപ്പെട്ടില്ല. സ്നാനപ്പെടാണ്ട് തിരിച്ചു വന്നു. എനിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടും എനിക്ക് സ്നാനപ്പെടാതെ ഒരു ദിവസം തള്ളി നീക്കാൻ എനിക്ക് പറ്റാതെ വന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞപ്പോൾ മാർച്ച് 11-ാം തീയതി വീണ്ടും അവിടെ സ്നാനം വന്നു. അപ്പോൾ ഞാൻ എന്നെ ഈ സഭയിൽ കൊണ്ടുപോയ ആ ദൈവം എന്നോട് പറഞ്ഞു എനിക്ക് ഒരു ജോഡി ഡ്രസ്സ് എനിക്ക് കരുതണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് സ്നാനപ്പെടാൻ പോവാണ്. ഞാൻ വീട്ടിലൊന്നും പറയുന്നില്ല. അതിൻ്റെ പേരിൽ ഒരു ജോഡി ഡ്രസ്സ് കരുതുന്നു പറഞ്ഞു. അവർ ഡ്രസ്സ് കരുതി കൊണ്ടുവന്നു. ഞാൻ സാധാരണ പോകുന്ന രീതിയിൽ പോയി അന്ന് സ്നാനപ്പെട്ടു. ചർച്ചിൽ നിന്ന് എന്നോട് പറഞ്ഞു വിട്ടു, ഒരു കാരണവശാലും വീട്ടിൽ ഒരു 5-6 മാസത്തേക്ക് പറയണ്ട എന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ ഞാൻ 2 ആഴ്ച ഞാൻ ഒതുക്കി വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ പറ്റാതെ വന്നു. കാരണം എൻ്റെ കർത്താവിനോട് ചേർന്നു എന്ന് എനിക്ക് പറയാൻ എനിക്ക് ഭയമാണെങ്കിൽ പിന്നെ ഞാൻ അതിനെ കർത്താവിനോട് ചേർന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഞാൻ ജോഷുവ ജനറേഷനിൽ സ്നാനപ്പെട്ടു എങ്കിൽ പോലും അന്ന് ചർച്ചിലുള്ളവരോട് എന്നോട് പറഞ്ഞു അത് കുടുംബത്തെ അറിയിക്കേണ്ട, കുടുംബത്തിൽ ആദ്യം എതിർപ്പുള്ളതിൻ്റെ പേരിൽ അറിയിക്കേണ്ട, ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ 2 ആഴ്ച ഞാൻ അത് സഹിച്ച് നിന്നെങ്കിൽ പോലും എനിക്കത് പുറത്ത് പറയാൻ, കുടുംബത്തിലുള്ളവരോട് പറയാതിരിക്കാൻ പറ്റാതെ വന്നു. കാരണം എൻ്റെ കർത്താവിനോട് ചേർന്നു എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കാനും അത് മറ്റുള്ളവരോട് പറയാനും ഞാൻ ലജ്ജിച്ചാൽ പിന്നെ ഞാൻ കർത്താവിനോട് ചേർന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ പേരിൽ ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു. എൻ്റെ ഭാര്യയുടെ പേര് മേരി എന്നായിരുന്നു. മേരി, എനിക്കൊരു രഹസ്യം നിന്നോട് പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്നോട് ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. പക്ഷെ നിന്നെ മറച്ച് വെച്ച ഒരു രഹസ്യം 2 ആഴ്ചയായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. അതെനിക്ക് ഒത്തിരി വീർപ്പുമുട്ടുണ്ട്. എൻ്റെ പേര് ഞാനത് പറയുകയാണെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിനോട് ചേരാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു.
പൊട്ടിത്തെറിച്ചു എൻ്റെ ഭാര്യ. പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഞാൻ പറയുന്നില്ല. എന്തായിരുന്നാലും ഒരു മാസത്തേക്ക് എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ എന്നോട് മിണ്ടിയിട്ടില്ല. ഞാൻ രാത്രി 12 മണിക്കും 1 മണിക്കും ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. എന്താ കരയുന്ന എന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല. ഒരു മാസം കഴിഞ്ഞു. അതിനുശേഷം സാധാരണയിൽ മിണ്ടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത്, ഈ കർത്താവിനെ അറിയാൻ ഒത്തിരി സാഹചര്യങ്ങൾ അവർക്ക് എൻ്റെ കുടുംബത്തിന് കൊടുത്തിരുന്നു. എന്നാലും അവരൊന്നും അത് വിശ്വസിക്കാനോ പിൻപറ്റാനോ അവരാരും തയ്യാറായില്ല. ഏറ്റവും വലിയൊരു ഉദാഹരണം 99 ഞാൻ സ്ഥാനപ്പെടുന്നതിന് മുമ്പ് എന്നെ കൊണ്ടു നടന്നോളാമെന്ന് എനിക്ക് വാക്ക് തന്ന എൻ്റെ കർത്താവ് വിശ്വസ്തനെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നു. അതും ഞാനും അംഗീകരിച്ചില്ലായിരുന്നു കുറേ കാലത്തേക്ക്. അതെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ 99 ഞാൻ നടക്കൂലാതെയായി. എൻ്റെ ഒരു അടുത്ത ദിവസത്തെ കാലിന് വേദന കയറി, മരവിപ്പ് കയറി. എനിക്ക് ഇരിക്കാനോ നടക്കാനോ കിടക്കാനോ എത്താനൊരവസ്ഥ. മുറിച്ച് കളഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലതെന്നുള്ള ആ ഒരു ചിന്ത വരെ വന്നു. അങ്ങനെ ഞാൻ പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. എന്നോട് എറണാകുളത്ത് പോയി MRI എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. MRI എടുത്തു കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു, നട്ടലിൻ്റെ താഴത്തെ L3 L1 L2 L3 കശേരുക്കൾ ചേർന്ന് കൂട്ടിമുട്ടിയിരിക്കുന്നതിൻ്റെ പേരിൽ അതിൽ നിന്ന് കാലയിലേക്ക് വരുന്ന ഞരമ്പുകൾ L1 L3 L4 L5 ആണെന്ന് തോന്നുന്നു. ഈ കശേരുക്കളുടെ ഉള്ളിൽ കിടന്ന് ഞരങ്ങി അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്നുപോയി. അതിൻ്റെ പേരിൽ അതിനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നട്ടെല്ല് ഓപ്പറേറ്റ് ചെയ്യുക. അത് തൃപ്പൂണിത്തുറ വൈക്കത്തുള്ള ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലാണ് നിലവിലുള്ളൂ ആ സമയത്ത് 99 അല്ല അതിന് 99. പക്ഷേ 100% അത് സക്സസ് ആയിട്ടുള്ള ഓപ്പറേഷൻ അല്ല. സക്സസ് ആയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എണീറ്റ് നടക്കില്ല. അതിൻ്റെ പേരിൽ ചെയ്യണ്ട എന്ന് ഡോക്ടറിന് അഡ്വൈസ് ചെയ്തു. പകരം എണീറ്റ് നടക്കാൻ പാകത്തിന് ഈ വേദന ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു പെയിൻ കില്ലറൊക്കെ തന്നു. അതിന് ശേഷം സ്ഥിരമായി ചെയ്യേണ്ട കുറച്ച് എക്സസൈസൊക്കെ പറഞ്ഞു തന്നു. ആ എക്സസൈസ് ചെയ്യാതെ എനിക്ക് കട്ടിലിൽ നിന്ന് എണീക്കാൻ പറ്റില്ലായിരുന്നു. എണീറ്റാൽ ഞാൻ തളർന്നു വീഴുമായിരുന്നു, നേരെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ 99 മുതൽ ഞാൻ ഈ എക്സസൈസ് ചെയ്തു. എന്താ പറയുക, അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട എക്സസൈസ് ഞാൻ 1 മണിക്കൂറും 2 മണിക്കൂറും എടുത്ത് ചെയ്യും. അത്രയും താമസം കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് നേരം എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ കിടന്ന് കരയും. ഈ സമയത്ത് ഞാൻ അന്ന് സൂര്യ TV-യിൽ ഈ രാവിലെ മുതൽ ഈ ദൈവദാസന്മാരുടെ സുവിശേഷങ്ങളുണ്ട്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ അവർ പറയുന്ന ചില ഭാഗങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിൽ കുത്തും. അപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാത്ത സങ്കടം വരും. ഞാൻ പറഞ്ഞില്ലേ, കർത്താവിനെ പ്രതി എനിക്ക് ഹൃദയത്തിൽ ഞാൻ ഒത്തിരി വേദന വരുമ്പോൾ ഒത്തിരി കരയുന്ന ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ കരയും അതിൻ്റെ കൂടെ നിന്ന് എക്സസൈസ് ചെയ്യും. 2002 എന്ന് പറഞ്ഞാൽ 3 വർഷം ഞാൻ എക്സസൈസ് ചെയ്യാതെ എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റില്ലായിരുന്നു. 2002 എൻ്റെ ഹൃദയത്തിൽ ആരോ പറയുന്ന മാതിരി എനിക്ക് തോന്നി. ആരോ പറയുന്ന മാതിരി എനിക്ക് അന്ന് തോന്നി. ഇന്ന് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു എന്ന് ഇന്ന് ഞാൻ പറയുന്നു, ഇനി നീ എക്സസൈസ് ചെയ്യണ്ട, നിർത്തിക്കോ എന്ന് പറയുന്ന മാതിരി എനിക്ക് തോന്നി. അന്ന് ഞാൻ നിർത്തി. ഇന്നിപ്പോൾ 2024 22 വർഷമായിട്ട് ഞാനൊരു എക്സസൈസ് ചെയ്യുന്നില്ല. ആ നിർത്തിയ അന്ന് മുതൽ ഞാൻ മരുന്നും അതിനു മുമ്പ് മരുന്നുണ്ടായിരുന്നില്ല, എക്സസൈസ് മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ മരുന്നും കഴിക്കുന്നില്ല. അതിനുശേഷം ഞാൻ എക്സസൈസും ചെയ്തിട്ടില്ല. ഇന്നെനിക്ക് സാധാരണ ഒരാളേക്കാൾ കൂടുതൽ ആരോഗ്യമുണ്ട്. അത്രയും വലിയൊരു അത്ഭുതം എനിക്ക് 2002 എനിക്ക് കാണിച്ചു തന്നു. എന്നിട്ടും ഞാൻ എൻ്റെ കർത്താവിനോട് ചേരാൻ ഞാൻ മനസ്സ് കാണിച്ചില്ല. കാരണം മെയിനായിട്ട് അതിനുള്ള ഞാനൊരു ദൃഢനിശ്ചയമുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ കർത്താവിനെ പൂർണ്ണമായിട്ട് അറിയാതെ, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാതെ അത് അംഗീകരിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് അറിയാതെ ചേരാൻ, ഈ സഭ വിട്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വചനവുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടു പോയത്. ഏതായിരുന്നാലും സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടു 2011 മാർച്ച് 11 ഞാൻ സ്നാനപ്പെട്ടു. ഞാൻ രഹസ്യമായിട്ട് വെക്കാൻ പറഞ്ഞെങ്കിൽ പോലും ഞാൻ രഹസ്യമാക്കി വെച്ചില്ല. എൻ്റെ ഭാര്യയോട് പറഞ്ഞു. അതിനുശേഷം അവർ പൊട്ടിത്തെറിച്ച് 1 മാസം കഴിഞ്ഞതിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് വന്നു.
ഞാൻ അവരോട് പിന്നെ പറഞ്ഞ ഒരു കാര്യത്തോളം നിങ്ങൾ ദൈവത്തെ അറിയണം, നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, അതുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ വരണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരിക്കലും അവരെ നിർബന്ധിച്ചിട്ടില്ല, സ്നാനപ്പെടാൻ പോലും ഞാൻ നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ ഭാര്യനെ എൻ്റെ മക്കളെയും സ്നാനപ്പെടാനുള്ള സാഹചര്യം എൻ്റെ കർത്താവ് തന്നെ ഒരുക്കി. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെയായി ഞാൻ ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി ദൈവദാസന്മാർ അവരുടെ കുടുംബവും മക്കളൊക്കെ ആയിട്ട് ചർച്ചിൽ വരുമ്പോൾ എനിക്കങ്ങനെ വരാൻ പറ്റണില്ലല്ലോ എന്നോർത്ത് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. ഞാനത് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. കർത്താവ് അത് ഓരോ നിമിഷങ്ങളിലും കർത്താവ് അത് കേട്ടിട്ടുണ്ട്. 2000 എൻ്റെ മകൻ ഇനി നടക്കാൻ പോകും ഇനി പറയുന്ന ഒരു കാര്യം ഒരു അത്ഭുതമാണ്. ഞാൻ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്തൊരു അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോണത്. 2013 എൻ്റെ മകന് കല്യാണം വന്നു. എൻ്റെ മകൻ കല്യാണം ആലോചിച്ചപ്പോൾ അവർ അല്പ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് കല്യാണം നടത്തിയത്. പക്ഷേ ഈ കല്യാണത്തിന് അവൻ തിരഞ്ഞെടുക്കപ്പെട്ട പെണ്ണ് ഒരു യാക്കോബയക്കാരിയായിരുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ മകൻ സ്നാനപ്പെട്ടിട്ടില്ല, അവന് യാക്കോബയക്കാരനായിട്ട് തന്നെ നിൽക്കുന്നു. പക്ഷേ എൻ്റെ അടുക്ക് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിനെ എതിർത്തു, സമ്മതിച്ചില്ല. കാരണം ഞാനൊരു ദൈവവനാണ്, എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഞാൻ ദൈവസേനയിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോണത് എനിക്ക് സഹിക്കില്ല. അതിൻ്റെ പേരിൽ ഈ കല്യാണത്തിനോട് മുന്നോട്ട് ഈ കല്യാണം നടത്തി തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവരെൻ്റെ അടുക്ക് ഫോണിൽ വിളിച്ച്, ഗൾഫിലായിരുന്നു, ഫോണിൽ വിളിച്ച് അരമണിക്കൂർ നിർത്താതെ കരഞ്ഞിട്ടുണ്ട് ഒന്ന് സമ്മതിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് നീ എൻ്റെ മകനാണ്, പക്ഷെ നീ എനിക്ക് ഒന്നാമതല്ല, ഒന്നാം സ്ഥാനം എനിക്ക് എൻ്റെ കർത്താവാണ്. എൻ്റെ കർത്താവാണ് എനിക്ക് നിന്നെ തന്നത്. അതുകൊണ്ട് ആ കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല, അതെന്നോട് പറയുകയും വേണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് കൂട്ടായ്മയിലുള്ളവരോട് പറഞ്ഞു, അവരെന്നോട് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല. അവർ പറഞ്ഞിട്ട് സമ്മതിക്കാണ്ട് വന്നപ്പോൾ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അവർ പറഞ്ഞു, പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോറേട്ടൻ ഒന്ന് അരമനസ് സമ്മതിക്ക്, കല്യാണത്തിൻ്റേതായ പള്ളി സംബന്ധമായ കാര്യങ്ങൾക്കൊന്നും പോകണ്ട, ഒരു ഫങ്ഷനിൽ പപ്പയില്ലാത്ത മകനെന്ന് പറയാൻ അവസരം കൊടുക്കണ്ട, അവിടെ മാത്രം ഒന്ന് നിന്നാൽ മതി. അവർ നാളെ ദൈവസേനയിലേക്ക് വരേണ്ടവരാണല്ലോ. അവർ കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം എൻ്റെ വിശ്വാസത്തിലേക്ക് ദൈവസേനയിലേക്ക് വന്നോളാമെന്ന് അവരെന്നോട് സത്യം ചെയ്തതാണ് കാര്യം. അപ്പം എൻ്റെ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യം, പിറ്റേ ദിവസം അവർക്ക് ദൈവസേനയിൽ വരാമെങ്കിൽ എന്തുകൊണ്ട് ഒരു ദിവസം മുമ്പ് വന്നുകൂടാ? അത് കാരണം കൊണ്ട് ഞാൻ സമ്മതിക്കാതിരുന്നത്. പക്ഷെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അവർ എന്തായാലും വരാമെന്ന് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവരിനി വരാനുള്ള ആ ഒരു സാഹചര്യം, എന്നെ ചേട്ടാന്ന് വിളിക്കുന്ന പാസ്റ്റർ, ചേട്ടൻ്റെ ഒരു നിർബന്ധ ബുദ്ധി കൊണ്ട് തടസ്സം ആവണ്ട, അതുകൊണ്ട് അതിനൊന്ന് നിന്നുകൂടുക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു ദൈവദാസൻ പറയുമ്പോൾ ഞാനത് സമ്മതിക്കാതെ അനുസരിക്കാതെ ഇരുന്നാൽ ഞാൻ ഒരു അനുസരണക്കേട് കാണിച്ചു എന്ന് വരില്ലേ, അത് പറയിപ്പിക്കണ്ട എന്ന് കരുതി ഞാൻ അതിന് സമ്മതിച്ചു. ഫങ്ഷന് ഞാൻ നിന്നു, കല്യാണം കഴിഞ്ഞു. പക്ഷേ എൻ്റെ അടുക്ക തലേ ദിവസം വരെ, കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം പപ്പയുടെ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ വന്നോളാം, കർത്താവിനെ സ്വീകരിച്ചോളാം. ഇപ്പോൾ അവർ പ്രതിബന്ധമായി നിൽക്കുന്നത് ഈ പെണ്ണിൻ്റെ വീട്ടിലുള്ള ആളുകളുടെ നിർബന്ധമാണ്. അവർ പെന്തക്കോസ്തിലേക്കാണെങ്കിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അവരങ്ങനെ വരാത്തത് എന്ന് പറഞ്ഞാണ് എൻ്റെ അടുക്ക അവർ കരഞ്ഞത്. പക്ഷേ എന്നോട് കരഞ്ഞ് സത്യം ചെയ്തപ്പോൾ കേട്ടത് ഞാൻ മാത്രമല്ല, എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവുണ്ടായിരുന്നു. ആ കർത്താവൂടെ അത് കേട്ടു. കല്യാണം കഴിഞ്ഞു, അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു, അവർ വാക്ക് മാറി, അവർ വിശ്വാസത്തിലേക്ക് വരാൻ തയ്യാറായില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ ആ സമയം മുതൽ ഞാൻ അവരെ പ്രാർത്ഥന കൂട്ടായ്മയിൽ പോകണം, അവിടെയാണെങ്കിലും പോകണം, നിങ്ങൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം എന്നൊക്കെ അങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ ഒക്കെ പറയും. അവർ പ്രാർത്ഥനയ്ക്കൊക്കെ അവിടെ പോയി തുടങ്ങിയായിരുന്നു. ഇവിടെ വന്നാൽ എൻ്റെ കൂടെ ചർച്ചിലും വരുമായിരുന്നു. പക്ഷെ ഒരു കാരണവശാലും സ്നാനപ്പെടില്ല.
സ്നാനപ്പെടാൻ എങ്ങനെ പറഞ്ഞാലും എൻ്റെ അടുക്ക ലാസ്റ്റ് എൻ്റെ മരുമകൾ പറഞ്ഞു, പപ്പയ്ക്ക് 55 വയസ്സായതിന് ശേഷമല്ലേ പപ്പയ്ക്ക് വെളിച്ചം കിട്ടിയത്, ഞങ്ങൾക്കും ഒരു 55 വയസ്സാവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മരുമകളോട് പറഞ്ഞു, മേലിൽ മോള് പപ്പയോട് പറയരുത്. എൻ്റെ മരുമോളെ ഞാൻ മോളെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, പേരല്ല വിളിച്ചുകൊണ്ടിരുന്നത്, മോളെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. മേലിൽ മോളെ എന്നോട് ഇത് പറയരുത്. കാരണം എൻ്റെ എനിക്ക് 55 വയസ്സായപ്പിനെയാണ് വെളിച്ചം കിട്ടിയെന്നുള്ളൂ സത്യം. കാരണം ഞാനൊരു സഭയിൽ പള്ളിയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. മാത്രമല്ല സത്യം പറഞ്ഞു തരാൻ എൻ്റെ മാതാപിതാക്കൾക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഞാനും അറിവുണ്ടായില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആയിരുന്ന സഭ അങ്ങനെ ഒരു സഭയായതിൻ്റെ പേരിൽ അതിനകത്ത് വളർന്നു. പക്ഷേ എനിക്ക് വെളിച്ചം എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നു. ഈ വെളിച്ചം പകർന്നു തരാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ പപ്പയുണ്ട്. അതുകൊണ്ടാണ് പപ്പ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. പിന്നെ നിങ്ങൾ 55 വയസ്സ് ഞങ്ങൾക്ക് ആവട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ മകളോടും പറഞ്ഞൊരു കാര്യമാണ്, നമ്മളുടെ വയസ്സ് നമ്മൾ എത്ര കാലം ഈ ഭൂമിയിലായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ, അത് കർത്താവല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ മേലിൽ മോളിത് പപ്പോട് പറയരുതെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ വരാൻ തയ്യാറായില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് കേട്ട കർത്താവിനോട് വാക്ക് വ്യത്യാസം കാണിച്ചപ്പോൾ അവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് കർത്താവും തീരുമാനിച്ചു. 4 വർഷക്കാലം എൻ്റെ മകന് ഒരു തലമുറയെ കൊടുത്തില്ല, മക്കളില്ലായിരുന്നു. അതിനകത്ത് ഏറ്റവും വലിയ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ 4 വർഷക്കാലം അവർ ഗൾഫിൽ ഉള്ള ഹോസ്പിറ്റലായ എല്ലാ ഹോസ്പിറ്റലുകളിലും അവർ പോകാവുന്ന ഹോസ്പിറ്റലുകളിലൊക്കെ പോയി അവർ ചെക്ക് ചെയ്തു. അവർക്ക് 2 പേർക്കും ഒരു കുഴപ്പമില്ല. ഇനി ഇവിടെ വന്നു, ഇവിടെയുള്ള ഹോസ്പിറ്റലും ചെക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ല. പക്ഷേ അവർക്ക് മക്കളുണ്ടാവില്ല. എനിക്ക് ഏറ്റവും എന്നെ ബുദ്ധിമുട്ടിച്ചൊരു കാര്യം, ഈ നാട്ടിലുള്ള ആളുകളൊക്കെ, കൂട്ടായ്മയിലുള്ള ആളുകളൊക്കെ കൊച്ചായോ, മോന് കൊച്ചായോ, അപ്പോൾ ആയില്ല എന്ന് പറയുമ്പോൾ എത്ര കാലമായി, ഈ ചോദ്യം മനസ്സിനെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇങ്ങനെ മനസ്സ് ഇങ്ങനെ വേദനിപ്പിക്കുമ്പോൾ, അങ്ങനെ വേദനയുടെ അവസ്ഥയിലൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ കർത്താവിനോട് കരയും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പെണ്ണുങ്ങൾ കരയുന്ന പോലെ കരയുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കൽ എൻ്റെ മോനും മരുമോളും പ്രാർത്ഥന സമയത്ത് എണീറ്റ് പോകേണ്ട ഒരു സാഹചര്യം വന്നു. എണീറ്റ് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 128-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്ന ചെറിയ ഇതാണല്ലോ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാവുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ നന്മവരും, അവൻ്റെ ഭാര്യ വീട്ടിൻ്റെ അകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവതി പോലെ ഇരിക്കും, അവൻ മക്കളെയും മക്കളുടെ മക്കളെയും കാണും എന്നുള്ള ആ ഒരു ഭാഗം ഞാൻ എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതല്ലേ, മക്കളെയും മക്കളുടെ മക്കളെയും കാണുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളേ, അത് എന്നോടുകൂടിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അവിടുന്ന് എന്നെ മക്കളെ തന്നു, ആ മക്കളുടെ മക്കളെ കാണുമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഈ കരയണ കണ്ടപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര വിഷമം തോന്നി, അവർ ഏറ്റുപോയി. ഞാൻ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെന്നോട് ചോദിച്ചു, പപ്പ ഇങ്ങനെ കരയണം, ഞങ്ങൾക്ക് വിഷമമുണ്ടോ എന്ന് പറഞ്ഞു. മാനസികമായി അവർക്കും വിഷമം ഉണ്ടാകും, കാരണം അവർക്കും അതിനകത്തൊരു വിഷമം ഉണ്ടല്ലോ. എന്നിട്ടും ഇവർ ദൈവസന്നിധിയിലേക്ക് വന്നില്ല. ഇതിനകത്തുള്ളൊരു മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓരോ നിമിഷം കരയുമ്പോഴും ഈ പ്രാർത്ഥനയിൽ ഇവരുടെ ഈ തലമുറയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ അവരുടെ വിഷയം വെക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ശബ്ദം കേട്ടെന്ന് പറഞ്ഞില്ലേ, എന്ന് പറയുന്ന പോലെ എന്നോട് പറയുന്ന മാതിരി എനിക്ക് തോന്നുക, അവരെൻ്റെ കയ്യിലേക്ക് അവരെ തരാതെ ഞാൻ അവർക്കൊരു തലമുറയെ കൊടുക്കൂല എന്ന്. അത് ഞാൻ ഓരോ നിമിഷവും ഞാൻ അവരുടെ വിഷയം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് എൻ്റെ ഹൃദയത്തിൽ പറയുന്ന മാതിരി എനിക്ക് തോന്നുകയാണ്. അത് കേൾക്കുന്ന കേൾവിയല്ല, പുറമേ നിന്ന് കേൾക്കുന്ന കേൾവിയല്ല, എൻ്റെ ഹൃദയത്തിൽ ആര് പറയുന്ന മാതിരി എനിക്ക് തോന്നുകയാണ്. എൻ്റെ കയ്യിൽ അവരെ തരാതെ ഞാൻ അവർക്കൊരു തലമുറയെ കൊടുക്കില്ല എന്ന് പറയുന്ന മാതിരി എനിക്ക് തോന്നുക. അപ്പം അങ്ങനെ ഓരോ പ്രാവശ്യവും എനിക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഞാൻ എൻ്റെ മക്കളെ വിളിച്ചിട്ട് പറയും,
എൻ്റെ മോനെ വിളിച്ചിട്ട് പറയും, മോനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങളുണ്ട്, ഒത്തിരി പ്രയാസങ്ങളുണ്ട്, അതാണ് നിങ്ങൾക്ക് ഈ പ്രയാസങ്ങൾ ഇങ്ങനെ വരാൻ കാരണം. അതുകൊണ്ട് നിങ്ങൾ ആ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വരണം, നിങ്ങൾ ദൈവത്തെ അറിയണം, നിങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോരാ, നിങ്ങൾ ദൈവസന്നിധിയിൽ വരണം. അല്ലാതെ നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ഈ ജീവിതത്തിലെ തടസ്സങ്ങൾ, എനിക്കതല്ലേ പറയാൻ പറ്റുള്ളൂ, മാറില്ല എന്ന് അവരോട് പലവട്ടം പറഞ്ഞു. ഇത് പറയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കും. പക്ഷേ 2017 13 മോൻ കല്യാണം കഴിച്ചു. 2017 ഞാൻ എൻ്റെ മോനെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ, ഒരു പപ്പയുടെ വായിൽ നിന്ന് പറയാൻ പാടില്ലാത്തത്, നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത്, ഒരു പപ്പ പറയുന്നത് സ്വന്തം മകൻ കേൾക്കാൻ പാടില്ലാത്ത ഒരു കാര്യം പപ്പയ്ക്ക് മോനോട് പറയണമെന്നുണ്ട്. അത് പപ്പ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് മോനോട് പല പ്രാവശ്യം പല രീതിയിലും പറഞ്ഞു നോക്കി. പക്ഷേ പപ്പ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മോന് മനസ്സിലാവണില്ല. അതുകൊണ്ട് പപ്പയ്ക്കിത് പറയാതിരിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ ചോദിച്ചു, എന്താ പപ്പ എന്ന്. ഞാൻ പറഞ്ഞു, മോൻ ഇതേവരെ ഒരു തലമുറയില്ല, മോനൊരു തലമുറയെ കിട്ടണമെന്ന് മോന് ആഗ്രഹമുണ്ടോ? ഉണ്ട് എങ്കിൽ മോൻ ദൈവസന്നിധിയിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് മോൻ നിങ്ങളെ കർത്താവിന് വിട്ടുകൊടുക്കണം. അതില്ല എങ്കിൽ എൻ്റെ അടുക്ക കർത്താവ് ഏത് സമയവും പറയുന്നൊരു കാര്യം, കർത്താവിൻ്റെ കയ്യിലേക്ക് നിങ്ങളെ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് തലമുറയെ തരില്ല എന്നാണ്. ഇത് പലവട്ടം എന്നോട് പറഞ്ഞേക്കണ കാര്യമാണ്. അപ്പോൾ മോനൊരു തലമുറയെ വേണമെന്ന് മോന, ഒരു മകനോ മകളോ ആരായിക്കോട്ടെ തലമുറ വേണമെന്ന് മോൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ കർത്താവിന് വിട്ടുകൊടുക്കാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തതിയെ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞേക്കണതാണ്. ഇത് ഒരു പപ്പ സ്വന്തം മോനോട് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ മോന് മനസ്സിലാകാത്തതിൻ്റെ പേരിൽ പപ്പ ഇത് പറയുക എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൂടി അവനാകെ പ്രയാസമായി, ഫോൺ വെച്ചു, സങ്കടപ്പെട്ടുകൊണ്ട്. എൻ്റെ ഒരു പെങ്ങടെ മോൻ ദുബായിലുണ്ട്, ദുബായിലല്ല അബുദാബിയിൽ. അവനെ വിളിച്ചു, പപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അവന് വഴക്ക് പറഞ്ഞു, നീ എന്തിനാ ഇപ്പം എന്നുള്ള വിളിക്കണമെന്ന് ചോദിച്ചു. നിൻ്റെ പപ്പ ഒരു ദൈവമകനാണെന്ന് നിനക്കറിയാലോ, നിൻ്റെ പപ്പേനെ നീ എത്ര കാലമായി പറ്റിക്കണു? നിൻ്റെ പപ്പേനെ നീ പറ്റിക്കണു, അതുകൊണ്ട് ദൈവം നിന്നെ ഒന്ന് പറ്റിക്കണം. നീ പിന്നെ അതിനകത്ത് എന്തിനാ വിഷമിക്കണേ, നൊലുവിളിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. അതോടുകൂടി അവൻ നൊലുവിളിച്ച് അവൻ ഫോൺ വെച്ചു. ഏതായിരുന്നാലും ആ രാത്രി അവിടെ നടന്ന അത്ഭുതം ഞാൻ ഈ പറയാൻ പോണേ. ആ രാത്രി അവർ കരഞ്ഞ് രണ്ടുപേരും ചേർന്നിരുന്ന് കൈ രണ്ടുപേരും പിടിച്ച് ഏറ്റുപറഞ്ഞു, കർത്താവിന് അവരെ കൊടുത്തോളാമെന്ന് ഏറ്റുപറഞ്ഞു. എൻ്റെ മോൻ 2 മാസം കഴിഞ്ഞപ്പോൾ, 2 മാസം കഴിഞ്ഞില്ല, 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, പപ്പ അന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ കൈ കൊടുത്ത് ഞങ്ങൾ കർത്താവിന് ഞങ്ങൾ തന്നെ കൊടുത്തോളാം, ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ വാക്ക് കൊടുത്തു. ആ മാസം ഗർഭിണിയായിന്ന് പറയാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രമാത്രം എന്താ, നമ്മൾ കർത്താവിനൊരു വാക്ക് കൊടുത്താൽ അതിന് എന്ത് നമ്മൾ കർത്താവിന് പറഞ്ഞ് കർത്താവിനെ നമ്മൾ തന്നെ സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും നിവർത്തിക്കാനും നമ്മുടെ ആവശ്യങ്ങളും നടത്തിത്തരാനും ശക്തനായ ദൈവമാണ്, കർത്താവാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യരുത്. അല്ലെങ്കിൽ 4 വർഷം അവർ എല്ലാ ഹോസ്പിറ്റലും മാറി നടന്നിട്ടും ഒരു കുഴപ്പമില്ലാതിരുന്നിട്ട് അവർക്ക് ഉണ്ടായില്ലല്ലോ. അവർ ഞാൻ പറഞ്ഞു ഇന്ന രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് തരില്ല എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ ആ വാക്ക് കേട്ടു. അവർ കൈ കൊടുത്ത ആ മാസം തന്നെ ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ ഇത് അവരെ ബോധ്യപ്പെടുത്താനാണ്. അതേസമയത്ത് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഇത്രയും ബോധ്യം അവർക്ക് വരില്ല. ആ മാസം തന്നെയായി. ഏതായിരുന്നാലും അവരൊരു 4 മാസം വരെ അവർ സ്നാനപ്പെട്ടില്ല, നോക്കിയിരുന്നു. 4 മാസം കഴിഞ്ഞപ്പോൾ പക്ഷെ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ അവരോട് സ്നാനപ്പെടാൻ പറഞ്ഞിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം ഇത് നമ്മൾ നിർബന്ധിച്ച് ആവശ്യപ്പെട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ബുധനാഴ്ച എന്നെ വിളിച്ചു പറഞ്ഞു, പപ്പേ ഞങ്ങൾ അടുത്ത വെള്ളിയാഴ്ച സ്നാനപ്പെടാൻ പോവുകയാണ്, പപ്പ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു.
ഞാൻ അന്ന് ആ പറഞ്ഞ ആ സെക്കൻഡിൽ ഉപവാസം എടുത്തു. വെള്ളിയാഴ്ച അവർ സ്നാനപ്പെട്ട് വിളിച്ചു പറഞ്ഞു, എൻ്റെ ഉപവാസം അവസാനിപ്പിച്ചു. അവർ ആ മാസം തന്നെ, ആ മാസത്തിൽ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഒരു നാട്ടിലേക്ക് വന്നു. എൻ്റെ ഭാര്യയും മറ്റ് മക്കളെല്ലാവരും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. എൻ്റെ മകന് ദൈവം കൊടുത്ത തലമുറയായി തന്നെ ഒരു മകനെ, മൂത്ത മകനെ എന്ന് പറഞ്ഞാൽ പെൺകൊച്ചുണ്ടായാലും തലമുറ തന്നെയാണ്. പക്ഷെ നമ്മളുടെ ഈ ഇതൊക്കെ അനുസരിച്ച് നമുക്കൊരു ആൺകൊച്ചുണ്ടെങ്കിലാണല്ലോ നമ്മുടെ തലമുറയെ തുടർച്ചയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആൺകൊച്ചിനെ കൊടുത്തു കർത്താവിൻ്റെ ദാനമായിട്ട്. ഏതായിരുന്നാലും ഇപ്പോൾ അവർക്ക് 3 കൊച്ചുണ്ട്, 2 ആൺകൊച്ചും ഒരു പെൺകൊച്ചും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി എന്താണ് അടുത്തൊരു ഒരു ഭാവി പദ്ധതികൾ? എൻ്റെ ഭാവി പദ്ധതി എന്ന് പറഞ്ഞത് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ നടക്കണം. ജീവാവസാനം വരെ എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം സമർപ്പിക്കണം. നമ്മൾ കർത്താവ് ജീവിക്കുന്ന ദൈവമൊന്നും, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമൊന്നും, നമ്മളുടെ പ്രാർത്ഥന, നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത്, മകൻ അപ്പനോട് ചോദിക്കുന്നത് എന്തെന്ന് അപ്പൻ അറിഞ്ഞുകൊണ്ട് ആ മകന് സന്തോഷത്തോടു കൂടി ചോദിക്കുന്നതിലുപരി കൊടുക്കാൻ മനസ്സുള്ളൊരു അപ്പൻ എന്ന പോലെ ദൈവം അതേപോലെ തന്നെ നമ്മൾ ചോദിക്കുന്നതിനേക്കാളൊക്കെ ഉപരി നമുക്ക് തരുവാൻ മനസ്സുള്ള ദൈവമാണ്. അത് തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ആവശ്യം നീ അറിയുന്നതിന് മുമ്പ് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആവശ്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ അവൻ നിവർത്തിച്ചു തരും. പക്ഷെ നമ്മൾ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സമീപിക്കുകയോ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവമകനായിട്ട് നടക്കുകയോ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വിശ്വാസികളോട് പൊതുവെ അവസാനമായിട്ട് അച്ഛന് പറയാനുള്ളൊരു സന്ദേശം എന്താണ്? വിശ്വാസികളോട് എനിക്ക് പൊതുവെ പറയാനുള്ളൊരു കാര്യം, നമ്മളെ കർത്താവ് വീണ്ടെടുത്തത് ആ കർത്താവിൻ്റെ കൂടെ നമ്മൾ നിത്യയുഗം വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു പ്രത്യാശ കൂടി നമ്മളായിരിക്കണം. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, ഈ കഴിഞ്ഞ രാത്രികാലം ഉറങ്ങുവാൻ കിടന്ന അനേകർ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ ഭാഗ്യം ലഭിക്കാതെ ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോഴും അവിടുന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്താണെന്ന് കൂടെ നമ്മൾ നോക്കണം. ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ട് പോയിട്ടുള്ളവരാരും നമ്മളെക്കാൾ മോശക്കാരായിട്ടൊന്നുമല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ കൂടി പറയുകയാണെങ്കിൽ ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുള്ളവർ വിശ്വാസികളല്ലാത്തവരും വിജാതീയരായിട്ടുള്ളവരൊക്കെ പോയിട്ടുണ്ട്. അവരവരായിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിനനുസരിച്ച് അവരവർക്ക് അർഹതപ്പെട്ട സ്ഥാനം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. വിശ്വാസികളായവർ മാറ്റപ്പെട്ടു പോയിട്ടുള്ളവർ നമ്മളെക്കാൾ യോഗ്യന്മാരാണെന്ന് ഞാൻ പറഞ്ഞത്. കാരണം കർത്താവിൻ്റെ വിശുദ്ധതയ്ക്ക് ഒത്തവണ്ണം വിശദീകരിക്കപ്പെട്ടവർ, ആ വിശുദ്ധ ജീവിതം നയിച്ച് ആ ശരീരത്തോട് ചേരുവാൻ യോഗ്യരായിട്ടുള്ളവരെ കർത്താവ് സ്വീകരിച്ചു വന്ന് നിത്യരാജ്യം കൊടുത്തു. നമുക്ക് ഒരു ദിവസം കൂടി തന്നത് ഈ ലോകത്തിൽ സുഭിക്ഷമായി ജീവിച്ച് ഈ ലോകത്തിൻ്റെ പിന്നാലെ നടന്നത് ഈ സമൃദ്ധിയിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ഈ ഒരു ദിവസം ദാനമായി നമുക്ക് തന്നത്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ രൂപാന്തരപ്പെട്ട് മാനസാന്തരത്തോടുകൂടി ആ കർത്താവിനെ പിൻപറ്റുവാൻ വേണ്ടിയിട്ട്, ആ കർത്താവിൻ്റെ ശരീരത്തോട് ഏകീഭവിക്കുവാനുള്ള വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു ദിവസം കൂടി തന്നത്. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും മനസ്സ് പുതുക്കി റോമാലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്ന രീതിയിൽ ദിനംതോറും കർത്താവിന് പ്രസാദകരമായ യാഗമായി ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണം. ആ നിത്യരാജ്യം നമ്മൾ അവകാശമാക്കണം. അതിനുവേണ്ടി കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്നവരായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അച്ഛാ, ഇത്രയും സമയം അച്ഛനോട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം ഈ ജീവാവസാനത്തോളം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിന് പ്രയോജനപ്പെടുന്ന ഒരു ദൈവമകനായിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ പൗലോസ് പറഞ്ഞതിൽ ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭം എന്ന് പറയത്തക്ക രീതിയിൽ ആ ലാഭത്തിൻ്റെ അവസ്ഥയിലേക്ക്, ആ സ്വർഗരാജ്യത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക് കടന്നു വരുവാൻ
ഒരിക്കലും ഞാൻ പിന്മാറിപ്പോയി തള്ളപ്പെട്ടു പോകാൻ ഇടയാകാതെ കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ ഉള്ള ശക്തിയും കൃപയും തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണ്ടിയിട്ടുണ്ടാകണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്.